2022 ചോദിച്ചിട്ടുള്ള ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് P(10) ഈ കാണുന്ന വെക്റ്റർ ഫീൽഡിൻ്റെ ഇൻ്റഗ്രൽ കർവാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ? നമുക്കിവിടെ x(p) എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇൻ്റഗ്രൽ കർവിനെ x(α)(t) നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? α.t എന്ന് എഴുതാം. ഇവിടെ x(α)(t) നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? x1 x2 0 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് x1 x2 0 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വല? α.t ഈക്വല. ഈ α.t എന്ന് പറയുന്നത് α(t) dx1/dt dx2/dt ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യാം നമുക്കല്ലേ. അപ്പോൾ dx1/dt നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതിൽ നിന്ന് x1 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഞാൻ C1 എന്ന് വിളിക്കും. അതേപോലെ dx2/dt നമുക്ക് എന്താ കിട്ടി? 1. അതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? x2 എന്ന് പറഞ്ഞാൽ ഒരു t + C2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ഒരു x1, x2 ആണ്. ഇവിടെ x1ൻ്റെ x2ൻ്റെ വാല്യൂസ് നമുക്ക് C1, t + C2 എന്ന് കിട്ടി. ഇനി നമുക്ക് P എന്താ തന്നിട്ടുള്ളത്? P(10)യും P(AB)യും ആണ് നമുക്ക് കാണേണ്ടത്. P(10) എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ α(0) കാണാം. α(0) കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1, C2 എന്ന് കിട്ടും. ഇതെന്ത് ചെയ്യുക? ഇതിന് രണ്ടുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ഇവരെ കാണാം. ഇവരെ രണ്ടുപേരെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C1 = 1 എന്നും C2 = 0 എന്നും കിട്ടും അല്ലേ. ഇനി നേരെ എന്ത് ചെയ്യുക? ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? α(p) = എന്ത് വരും? 1, t എന്ന് വരും. അപ്പോൾ ഇനി നോക്കിയേ, ഇതിന് ഈ പിയിലേക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മാക്സിമം ഇൻ്റഗ്രൽ കർവ് കിട്ടും. അതെങ്ങനെയാണ് വരിക? അതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് വരിക അല്ലേ. ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഈ ടീക്ക് ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താ വരിക? 1ലാണ് എക്സ് ആക്സിസ് വരുന്നത്. എക്സ് ആക്സിൽ 1ലാണ് പോയിന്റ് വരുന്നത്. ഈ വൈ ആക്സിസിലെ പോയിന്റുകളെ മാറുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനെ കിട്ടുക. അതേപോലെ സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? P(AB) കാണാം. P(AB) നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതിൽ C1 = A എന്ന് വരും, C2 = B എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ α(t) കാണാം. എന്താ വരിക? C1ന് A എന്ന് കൊടുത്താൽ A എന്ന് വരും, C2ന് B എന്ന് കൊടുത്താൽ t + B എന്ന് വരും. A, t + B. അപ്പോൾ അതെന്താ വരിക? അതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ A എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. ഇതാണ് ഇതിൻ്റെ മാക്സിമം ഇൻ്റഗ്രൽ കർവ് എന്ന് പറയുന്നത്.